ചങ്ങനാശ്ശേരിയിൽ 6 കോടി രൂപ മുടക്കി പണിത ഫ്ളാറ്റ് സമുച്ചയം തുറന്നുകൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തുടർ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി അറിയിച്ചു. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി തൊഴിൽ വകുപ്പ് 2020 നിർമ്മിച്ച 5 വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം അർഹതപ്പെട്ടവരെ കണ്ടെത്തി താമസത്തിനു നൽകണമെന്ന് FITU സംസ്ഥാന പ്രസിഡന്റും വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി സംസ്ഥാന കൺവീനറുമായ ജ്യോതിവാസ് പറവൂർ ആവശ്യപ്പെട്ടു. 74 ഫ്ളാറ്റുകളാണ് ഉള്ളത്. ഒരു തൊഴിലാളി 3 ലക്ഷം രൂപ അടച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് വരികയും ബാക്കി 12 ലക്ഷം രൂപ കൂടി അടച്ച് ഏതാണ്ട് ഒരു 15 ലക്ഷം രൂപ അടച്ചാൽ സ്വന്തമായി ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് ആ തൊഴിലാളിക്ക് പ്രവേശിക്കാൻ കഴിയും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 74 ഫ്ലാറ്റുകൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഒരു തൊഴിലാളിക്ക് പോലും 2020 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പ്രോജക്റ്റിൽ ഒരു തൊഴിലാളിക്ക് പോലും ഇതുവരെ കയറി താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഈ പദ്ധതിയോടുള്ള അലംഭാവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ വീടുകളില്ലാതെ അലയുന്ന നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് പെരുമ്പാവൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ വീടുകളില്ലാതെ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സർക്കാർ കൊണ്ടുവന്നത് അത് നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ്. ആ ഉദ്ദേശം സർക്കാർ പ്രാവർത്തികമാക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇതിവിടുത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് തുറന്നു കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ഭൂസമര സമിതി തയ്യാറാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. 74 ഭവനങ്ങളടങ്ങുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2020 ഉദ്ഘാടനം ചെയ്ത ഈ ഫ്ലാറ്റ് സമുച്ചയം 5 വർഷമായിട്ടും ഇതുവരെ ഇതിൽ ഒരാൾക്ക് പോലും, ഇതിൻ്റെ ഗുണഭോക്താക്കളായ ഒരാൾക്ക് പോലും ഈ ഫ്ലാറ്റ് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഭൂരഹിതരും ഭവനരഹിതരുമുള്ള സംസ്ഥാനത്താണ് 6 കോടി രൂപ മുടക്കി പണിത 74 ഭവനങ്ങൾ അടങ്ങുന്ന സമുച്ചയം അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം നശിച്ചു പോകുന്നത്. എത്രയും വേഗം തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തൊഴിലാളികളെയും ഭവനരഹിതരെയും അണിനിരത്തി വെൽഫെയർ പാർട്ടി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഗവൺമെൻറ് ഈ ഭവന പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മന്ത്രിതലം മുതൽ അതിൻ്റെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഒന്നും തന്നെ ഇത് സാധാരണക്കാരന് വിഹിതം വച്ച് കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് വിവരാവകാശം വെച്ച് ചോദിച്ചിട്ടും വ്യക്തമായ മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ സമുച്ചയം ഒരു വർഷം അതിനെ പരിപാലിച്ച് പോകുന്നതിന് തന്നെ കുറഞ്ഞത് 12 ലക്ഷം രൂപ ഗവൺമെൻറ്റിന് ചിലവാണ്. 74ഓളം ഫ്ലാറ്റുകൾ ഇതിൻ്റെ ഈ കാണുന്ന ബിൽഡിങ്ങിലുണ്ട്. 74ഓളം ഫ്ലാറ്റുകളുണ്ട്. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇത് സാധാരണക്കാരന് വാടകയ്ക്ക് കൊടുത്താലും ഇതിന് ന്യായമായ ഈ ചെലവിനുള്ള എമൗണ്ട് ലഭിക്കും. ഇത്തരം ഒരു പദ്ധതികളിലേക്കും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ നീങ്ങാത്തത് എന്തെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിന് തക്കതായ പരിഹാരം സാധാരണക്കാരൻ്റെ ഭവന ഇല്ലാത്ത ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് 100 കണക്കിന് പേര് പെരുമ്പാവൂരിലും വെങ്ങോല പഞ്ചായത്തിലുമെല്ലാം കാത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിൽ 3-4 ഇടങ്ങളിൽ ഇത്തരം ഫ്ലാറ്റുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കോടിക്കണക്കിന് രൂപ മുടക്കി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഫ്ലാറ്റ് എത്രയും പെട്ടെന്ന് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയുടെ അവകാശികളിലേക്ക് എത്തിക്കേണ്ട നടപടി ഗവൺമെൻറ് എടുത്തില്ല എങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ റെഗുലറായിട്ട് നിരന്തരം സമര പദ്ധതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമെന്ന് ഗവൺമെൻറ്റിനെ ഓർമ്മപ്പെടുത്തുകയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ടും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഭവനം നിർമ്മാണത്തിന് പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിലാണ് സർക്കാർ അഭിമുഖീകരിക്കുന്നത് ഇന്ന്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഫ്ലാറ്റ് തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ തീർച്ചയായും ഇത് തുറന്നു കൊടുക്കാനുള്ള പ്രവണത ഞങ്ങൾ കാട്ടിയേക്കും. ഇതിൻ്റെ പിന്നിൽ ഇത് തുറന്നു കൊടുക്കുന്നവരെയും ഞങ്ങൾ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു.
ഭൂസമര സമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ ഷാജഹാൻ, FITU സംസ്ഥാന കമ്മിറ്റി അംഗം PS സിദ്ദിഖ്, രമണി കൃഷ്ണൻകുട്ടി, വെൽഫെയർ പാർട്ടി പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് E ബാവാക്കുഞ്ഞ് തുടങ്ങി നിരവധി പേർ ജ്യോതിവാസിനൊപ്പം ഭവന സമുച്ചയം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.